വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24-ാം തീയതി സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23-കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്ത് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫാൻ പറയുന്നത് എന്റെ വാപ്പയോട് എനിക്ക് കടുത്ത പകയാണെന്ന്. വാപ്പയോട് മാത്രമല്ല കേട്ടോ, ഉമ്മയോടും അതായത് ഷെമിയോടും എനിക്ക് കടുത്ത പക തന്നെയാണെന്ന്. വെറും പകയൊന്നുമല്ല, കടുത്ത പക. ഇത്ര നാളും കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കി ഇത്രമേ ആക്കിയെടുത്ത് അതിൻ്റെതായിരിക്കും ഈ ഉമ്മയോടെയും വാപ്പയോടെയും കടുത്ത പക. ചെറിയ പകയൊന്നുമല്ല, കടുത്ത പക. എന്തായാലും ഈ ഷെമിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. ഷെമി പറയുന്നുണ്ട് ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല, അതായത് അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല. തന്റെ 2 മക്കളും കളിച്ച് വളർന്ന വീടാണത്. എനിക്കിനി ആ വീട്ടിലോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇപ്പൊ ഷെമി പറയുന്നത്. ശരിക്കും പെട്ടിരിക്കുന്നത് ആ വാപ്പയാണ്. എങ്ങോട്ട് പോകും? ആരുടെ വീട്ടിലോട്ട് പോകും? ഒറ്റ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോലും കയറാൻ പറ്റത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബന്ധുക്കളൊക്കെ എങ്ങനെ കേറ്റും? അത്രയ്ക്ക് കൊലവിളി നടത്തിയിട്ടല്ലേ ഒരുത്തം പോയി ജയിലിൽ കിടക്കുന്നത്. ആ ഒരു വിഷമം എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഇത് കാണുമല്ലോ. അപ്പൊ ഒരിക്കലും ബന്ധുവീടുകളിലേക്കും കയറി ചെല്ലാൻ കഴിയത്തില്ല. സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അഫ്സാൻ എന്ന് പറയുന്ന ആ പൊന്നുമോന്റെ ആ ഒരു ഓർമ്മ ഒരിക്കലും ആ വീട്ടിലേക്ക് ഇനി കയറി ചെല്ലാൻ ആ ഉമ്മാക്ക് പറ്റത്തില്ല. കേൾക്കുന്ന നമുക്ക് പോലും പറ്റുന്നില്ല ആ ഒരു പൊന്നുമോനെ ഓർത്തിട്ട്. അപ്പൊ ആ നൊന്ത് പ്രസവിച്ച ആ ഉമ്മ ഒരിക്കലും അത് സഹിക്കില്ല. എന്തായാലും ഈ ചികിത്സാ ചെലവ് തന്നെ ഓരോരുത്തർ സഹായിച്ചിട്ടൊക്കെയാണ് ചെയ്തതെന്ന് ആ ഉപ്പ പറയുന്നുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാവും എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ ഉപ്പ. അഫാനാണെങ്കിൽ ഉമ്മയോട് കടുത്ത പകയുണ്ടെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ തന്നെയാണ്. ഉമ്മ ആണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം കടം വാങ്ങി കൂട്ടും. കടം വാങ്ങിച്ചു കൂട്ടിയിട്ട് എന്നെ കടക്കാരനാക്കി. ഈ ഒരു ഇതില് ഏറ്റവും മെയിൻ വില്ലത്തി എന്ന് പറയുന്നത് അത് ഉമ്മ തന്നെയാണെന്നാണ് അഫാൻ പോലീസിന് കൊടുത്ത മൊഴി. ശരിക്കും ഈ ഉമ്മ ആണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഫുള്ള് ചുറ്റു കടന്ന് ഇങ്ങനെ കടം വാങ്ങിക്കും. കടം വാങ്ങിച്ചിട്ട് കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ഒരു കൊലപാതകത്തിലേക്ക് എന്നെ നയിച്ചത് എന്നാണ് ഈ അഫാൻ പറയുന്നത്.
ഈ ഉമ്മയും മകനും ഭയങ്കര ധൂർത്തടിയാണെന്നാണ് പറയുന്നത്. സാധാരണ ഒരു വീട്ടിലെ കണക്കല്ല ഇവരുടെ ഒരു ആഡംബര ജീവിതം. ഈ കൊലപാതകം നടന്ന ദിവസം ആ ഉമ്മയും ഷെമിയും ഈ അഫാനും തമ്മിൽ ഒരു വാക്ക് തർക്കം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഷെമി പറഞ്ഞ്, നീ കാരണമാണ് ഇത്രയ്ക്ക് ഇവിടെ കടം ഇത്രയും കൂടാൻ കാരണം നീയാണെന്ന്. അപ്പൊ നിന്റെ ധൂർത്തടി കാരണമാണ് ഇവിടെ ഇത്രയും കടം ഉണ്ടായത് എന്ന്. ഇത് കേട്ടപ്പം ഈ അഫാന് ഉള്ളിലങ്ങ് എന്താ പറയാ, പക അങ്ങനെ എരച്ചരച്ച് കയറുവാണ്, പ്രതികാരം എരച്ചരച്ച് കയറുവാണ്. ഇവന്റെ മുടിഞ്ഞ പക 5 പേരെ കൊല്ലണമായിരുന്നു. ശരിക്കും ആ ചെറിയ ഒരു കുട്ടിയെ പോലും ഇവൻ വെറുതെ വിട്ടില്ല. ആ കുട്ടിയെ കൊല്ലാൻ നേരത്ത് ആ കുട്ടി കരഞ്ഞ് നിലവിളിക്കുകയാണ്, ഇക്കാക്ക എന്നെ കൊല്ലല്ലേ, ഇക്കാക്ക എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞിട്ട് ആ കുട്ടി നിലവിളിക്കുകയാണ്. ഇവൻ പോലീസിന് കൊടുത്ത മൊഴിയാണിത്. ഇക്കാക്ക എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞിട്ട് ആ കുട്ടി നിലവിളിച്ചത്. ഇവനിക്ക് എന്താ മനസ്സ്? ആ ഒരു ചെറിയ കുട്ടിയെ പോലും വെറുതെ വിടാൻ ഇവന് മനസ്സ് തോന്നിയില്ലല്ലോ. ഇത് കൂടാതെ വേറെ 2 പേരെയും കൂടി ഇവൻ കൊല്ലാൻ വേണ്ടിയിട്ട് കരുതിയിരുന്നു. അവര് ചെയ്ത തെറ്റെന്താ? ഇവനിക്ക് 30 പവനും അവരുടെ വീടിന്റെ ആധാരവും പണയം വെക്കാൻ കൊടുത്ത് അവരൊരു നന്മ ചെയ്തപ്പോ അതിന് പ്രതിഫലമായിട്ട് അവരെ കൊല്ലാനാണ് ഇവനിക്കുള്ള ഒരു മൈൻഡ് വന്നത്. ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റത്തില്ല എന്നിപ്പോ മനസ്സിലായി. ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കുമല്ലോ അവസാനം കിട്ടുന്നത്. ഇവൻ പോലീസിനോട് പറയാണ്, ഇളയ കുട്ടി അതായത് അഫ്സാനാണെങ്കിൽ ഇക്കാക്ക ഇക്കാക്കാന്ന് കിടന്ന് നിലവിളിച്ച് എന്നോട് കരഞ്ഞിട്ട് പോലും എനിക്ക് യാതൊരു മനസ്സലിവും ഉണ്ടായില്ല എന്ന് പോലീസിന് മൊഴി നൽകുകയാണ്. ഇവന്റെയൊക്കെ മനസ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഫർസാന. അവളുടെ മുഖമാണെങ്കിൽ വികൃതമാക്കി ചുറ്റിയിൽ വെച്ചിട്ട് മുഖവും ഈ ചുണ്ടൊക്കെ അടിച്ച് പരത്തി കളഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വികൃതമാക്കിയിട്ടാണ് ആ കുട്ടിയെ കൊന്നത്. ആ കുട്ടി ചെയ്ത തെറ്റെന്താ? ഇവനിക്കൊരു മാല പണയം വെക്കാൻ കൊടുത്തു. ആ മാല പണയം വെക്കാൻ കൊടുത്ത് തിരിച്ചു ചോദിച്ചതാണ് ഇവള് ചെയ്ത തെറ്റ്. എന്തായാലും ഇവനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റത്തില്ല. ഉപകാരം ചെയ്തവരെ എല്ലാം ഇവൻ വക വരുത്തിയിട്ടാണ് പോകുന്നത്. ഇവനിക്ക് ആകെ തളർന്നു പോയിട്ടാണ്. ഇല്ലെങ്കിൽ എണ്ണം ഈ 5 എന്നുള്ളത് വീണ്ടും എണ്ണം കൂടിയേനെ. അവനാണെങ്കിൽ അവരുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ അങ്ങ് ഓണാക്കി തുറന്നങ്ങ് വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടങ്ങ് കത്തി നശിച്ച് പോകട്ടെ, ഇനി എന്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നാലും ഇനി അവിടെ താമസിക്കാൻ പാടില്ല. അതാണ് അവന്റെ മെയിൻ ഉദ്ദേശം. ഇനി വാപ്പ വന്നാലും വാപ്പ അവിടെ താമസിക്കരുത്. ശരിക്കും ആ വാപ്പ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെയും ആ വാപ്പായെയും ഇവൻ അന്നേരെ തീർത്തേനെ. അവൻ എന്തെങ്കിലും രീതിയിൽ ആ വാപ്പായെയും കൊന്നിട്ടേ അവൻ അടങ്ങത്തോളായിരുന്നു. ഇത്രയും പേരെ കൊല്ലാമെങ്കിൽ യാതൊരു മനസാക്ഷി കുത്തും ഇല്ല എങ്കിൽ എന്തായാലും അദ്ദേഹത്തെയും അവൻ കൊന്നിരിക്കും. അത് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ആയുസിന്റെ ബലം കൊണ്ടായിരിക്കാം ഗൾഫിലായി പോയത്. പിന്നെ ഇവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 20 രൂപയുടെ എലിവിഷം വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഭയങ്കര നാടകം, കുഴഞ്ഞു വീഴുവാണ്, ഞാൻ എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ കുഴഞ്ഞു വീഴുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഇവനിക്ക് പ്രത്യേകിച്ച് ഇവനിക്കാണെങ്കിൽ യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല. ഇവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കുവാണ്. അത് കാരണം ഇവന്റെ കൈലി ഊരി മാറ്റിയിട്ട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കൈലി ഊരി മാറ്റിയിട്ട് ഇവനിക്കൊരു ബെർമോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ധരിക്കാൻ വേണ്ടിയിട്ടൊരു ബെർമോഡയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഈ പോലീസുകാരുടെ ഒക്കെ ഒരു ഗതികേടെ ശരിക്കും പറഞ്ഞ ഇവൻ കാരണം പോലീസുകാരങ്ങ് പെട്ടിരിക്കുകയാണ്. ഇവനെ ചുമന്ന് നടന്നു കിടന്ന് അവരങ്ങ് കുഴഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവനിക്കാണെങ്കിൽ പൊറോട്ട വേണം, ചിക്കൻ കറി വേണം, അതുപോലെ തന്നെ ചോറ് കഴിക്കുമ്പോൾ അവനിക്ക് മീൻകറി വേണം, പിന്നെ 4 മണിക്ക് കട്ടൻ ചായ വേണം, ഇല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇതൊക്കെ ഈ പോലീസുകാർ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും 5 പേരെ കൊന്നിട്ട് ഒരു മനസാക്ഷി കുത്തു പോലും ഇല്ലാതെ അവിടെ വന്ന് കിടന്നിട്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇവനെയൊക്കെ ഇത്രമേ അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? ഈ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചൊരു പൊരുത്തപ്പെടേണ്ട ഒരു മാസമാണിത്. ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാനോ അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഉണ്ടോ? കാര്യം ഇക്ക ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല. പക്ഷെ എങ്കിലും മകന് വേണ്ടിയിട്ട് അതൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. ഇതൊന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫർസാനയുടെ വീട്ടിൽ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അവർ വീട്ടിൽ പോകണം എനിക്ക് ആഗ്രഹമുണ്ട്. അവരും ഈ പറയുന്ന അവർക്കും ഇതിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. ഇല്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരുമാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവരിലാരും വിളിച്ചിരുന്നു അവരുടെ ആരും വിളിച്ചിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങൾ ഉറപ്പായിട്ട് അവരോടൊരു പൊരുത്തം അത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം
ആ മനോവിഷമം കൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ട കാര്യമില്ല. അതെ ആണ്. ഇപ്പം എൻ്റെ മനസ്സിൽ ഈവൻ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ, ഇപ്പം നമ്മൾ ഈ നടന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ക്ഷമി ഡിസ്ചാർജ് ആവുകയാണ്, ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഇപ്പം ഇതുവരെയുള്ള ചികിത്സയെല്ലാം എന്നെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളായ 2 പേരാണ്. ഷമീം മണ്ണാമ്പച്ച അബൂബക്കർ, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാർ DK മുരളി സാർ, അദ്ദേഹത്തിന് കഴിയുന്നതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്താണ് നമ്മളിവിടെ ഇപ്പോൾ പൈസ അടച്ചിട്ടുള്ളത്, ഇന്നുവരെയുള്ള പൈസ അടച്ചിട്ടുള്ളത്. ഇനിയുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ കയ്യിലൊന്നുമില്ല, 1 രൂപയോ ഒരു സ്വർണ്ണമോ മറ്റോ കാര്യങ്ങളൊന്നും കൈവശമില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്ന വെച്ചാൽ അറിയത്തില്ല. ജീവിക്കണം എന്നുള്ളതേ ഉള്ളൂ. ചികിത്സ ചെലവ് ഉണ്ട്, ഇനിയുള്ള ബാക്കിയുള്ള ചികിത്സകളുണ്ട്. എനിക്ക് വേറെ മറ്റു ജോലികളൊന്നുമില്ല. ഒരു ജോലി കണ്ടെത്തണം, എങ്ങനെയെങ്കിലും ചികിത്സിക്കാനെങ്കിലും ജോലി കണ്ടെത്തണം. ഈ പേരുമലയിലെ വീട്ടിലേക്ക് ഇനി ഇല്ല എന്നാണെന്ന് തോന്നുന്നു ഷമി പറഞ്ഞതല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി ജീവിക്കാമെന്ന് അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾ കളിച്ചോളുന്ന വീടാണ്. അങ്ങോട്ട് പോയി താമസിക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് അവരെ ഓർമ്മയാണ് മനസ്സിൽ വരും. അപ്പം അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല, ബന്ധുക്കളുടെ വീട്ടിലേക്കും സ്വാഭാവികമായിട്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വലിയ ഷോക്കിലാണ് എല്ലാവരും. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊരു ഇതില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഇപ്പം. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഡിസ്ചാർജ് എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ അറിയത്തില്ല. നമ്മൾ ഗോകുലം ആശുപത്രിയോട് സംസാരിച്ചിരുന്നു. ഏതായാലും ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി സ്വാഭാവിക